ഞാനാണ് അപ്പാറ്റി. ഈ വീട്ടിൽ വന്നിട്ട് 23 വർഷമായി. ബഹിരാകാശ് ഉഡാൻ പാർട്ടി ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വോട്ട് ബാങ്ക് ഫ്രീ ടിവിയിലുള്ളതാണ് ഞാൻ. എന്റെ സൈഡിൽ നിന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാണ് ശോഭ. ഞാനിപ്പോ വീട്ടു ജോലിയാണ്, പിന്നെ മക്കളെയൊക്കെ നോക്കും, പിന്നെ കുടുംബശ്രീക്കൊക്കെ പോവും. ഇനി വേറെ ഒരുത്തിയുടെ കുഞ്ഞുമോളും 4 വർഷമായിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്ത് കളിക്കും. അല്ല, എങ്ങനെ കിട്ടാനാ? 4 അക്ഷരം പഠിച്ചാലേ നീറ്റ് കിട്ടും. ഏത് നേരം റീല് കണ്ടിരിക്കും. ഒരു റീലോളി. ഇനിയുള്ളത് ദിനേശ് ചേട്ടനാണ്. നമ്മൾ 94 കല്യാണം കഴിച്ചു. ഇതുവരെ കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ആയിരുന്നു. എല്ലാരും പറയും ദിനേശ് ചേട്ടൻ എല്ലാം കൊണ്ട് ഈ വീട് മുടിപ്പിച്ചെന്ന്. എല്ലാവർക്കും അസൂയ. ദിനേശ് ചേട്ടൻ കാരണം ഈ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വന്നു. BUP TV, BUP ഗ്രൈൻഡർ, BUP വാഷിംഗ് മെഷീൻ, എന്തിന് ചപ്പാത്തി മേക്കർ വരെ ഇവിടെ വന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ വേണം. ഓ പിന്നെ വലിയ പൊതുപ്രവർത്തനം. പ്രവർത്തിച്ച് പാരമ്പര്യമായിട്ട് കിട്ടിയ 17 ഏക്കർ വിറ്റ് തുളച്ച് ഇപ്പൊ 12 സെന്റാക്കി. അതൊക്കെ ഗൂഗിൾ മാപ്പിലുള്ളത് തന്നെ ഭാഗ്യം. കൂടെ കൊടി പിടിച്ച് നടന്നവരൊക്കെ ഇന്ന് വലിയ കേന്ദ്രമന്ത്രി വരെ ആയി. ദിനേശൻ എങ്ങും എത്തിയില്ല. അല്ല, നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇന്റർവ്യൂ ഒക്കെ? ഇവിടുത്തെ പയ്യന് എന്തോ സ്കോളർഷിപ്പിലൂടെ അമേരിക്കയിൽ പഠിക്കാൻ അവസരം കിട്ടി. ഈ കുഗ്രാമത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഈ തരികിടക്ക് എങ്ങനെ ഈ സീറ്റ് കിട്ടിയെന്നാ ഞാൻ ആലോചിച്ചു. ഹലോ, എടാ നീ എപ്പോഴാ വരുന്നേ? ഹലോ, തിരക്കാ പിന്നെ വിളി. ഹലോ, എടാ ബാങ്കിലാണോ? ബാങ്കിലാ. എടാ ലോക്കൽ ടിവിക്കാർ ഇവിടെ വന്നേക്കുന്നു. അവർക്ക് പോട്ടമ്മ, എനിക്ക് വീട്ടിൽ പ്രശ്നം കിട്ടുമ്പോ ഇതിലും വലിയ ആൾക്കാരൊന്നും വീഡിയോ പോയി പഠിക്കണേ. കുഞ്ഞാനെ, ആ ഇന്റർവ്യൂ കൊടുക്കേണ്ട കൈക്കൂലി എന്തായി? അമ്മ FD 5 തന്നി. ഇതിന് ബാങ്ക് കൊണ്ടേ അടക്കണം. ആ ഇന്റർവ്യൂ ആണ് വിളിച്ചോണ്ടേ ഇരിക്കുന്നത്. ആപ്പ് ഓൾറെഡി 2 കൊടുത്ത്, ഇനിയും കൊടുക്കണം. അതിനുള്ള പൈസ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. അത് നമ്മുടെ മങ്കണ്ണൻ. ഏത് മങ്കണ്ണേ? അവനെങ്ങനെ ഇത്ര സെറ്റപ്പായി? അവൻ മറ്റേ റിയൽ എസ്റ്റേറ്റും സ്റ്റോക്ക് മാർക്കറ്റ് പണിയാ. ഇന്നലെ ബാറിലുണ്ടായിരുന്നു. നമ്മളെ കുറേ പഠിപ്പിച്ചു. ഏതോ ഫാനിലോ AC-ലോ 5 ഇട്ട് 2 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് 10,000. 2 മണിക്കൂർ കൊണ്ട് 10? ആ, വെള്ളം. ശോഭേ, ഒരു ചായ. ഇവിടെ ചായ ഒന്നും ഇല്ല. ഇയാൾക്കിപ്പോ ഇവിടെ പട്ടി വലിയ പാർട്ടി എന്ന് പറഞ്ഞു നടന്ന് ഉള്ള സ്ഥലമൊക്കെ വീട്ടിൽ കളഞ്ഞ ആരെങ്കിലും വില കൊടുക്കും. ഇന്റർവ്യൂർക്ക് കൈക്കൂലി 1, ബാങ്കിലെ FD 5, ബാക്കി മൊത്തം എനിക്ക്. ഫാൻ, AC, ഇച്ചിരി വലിയ ഫാൻ. കുപ്പി വേണം. എവിടെ 10 ലക്ഷം? ഹലോ, എടാ നീയല്ലേ പറഞ്ഞ 5 ഇട്ടാ 10 ഇട്ട് നോക്കാം. ആ കിട്ടും. വലക്ക, എന്റെ 5 ലക്ഷം പോയി. ലക്ഷോ? ഏത് ലക്ഷോ? ഞാൻ 5 രൂപയല്ലേ പറഞ്ഞ. 5 രൂപ. രൂപയോ? ലക്ഷല്ലേ? അല്ലെങ്കിൽ നീ ഏത് ഫാനിലാ കൊണ്ട് ഇട്ടേ? നമ്മളെ ഓറ പോണ്ടാന്ന് കരുതി ഞാൻ ഇച്ചിരി വലിയ ഫാനിലാണ് ഇട്ടത്. മൊണ്ണ വിൻമില്. എല്ലാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തടാ അത് അത്? അമ്മ FD ഇടാൻ തന്ന പൈസ ഞാൻ കൊണ്ടുപോയി മൊണ്ണ വിൻമിലെ സ്റ്റോക്ക് കൊണ്ടുപോയിട്ട് പൈസ പോയി. ഏത് നേരത്താണോ എന്തോ എനിക്ക് കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ തോന്നിയത്. ഒരു ഭർത്താവുള്ളത് രാഷ്ട്രീയം കളിച്ച് ഉള്ള സ്ഥലം മുഴുവൻ കളഞ്ഞു. ഒരു മോളുള്ളതാണെങ്കിൽ 4 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കളിക്കുന്നു. മോനാണെങ്കിൽ ജംഗ്ലി റമ്മി. അച്ഛനെ പിന്നെ പറയണ്ട. അയ്യോ, ജംഗ്ലി റമ്മി അല്ല മമ്മി, സ്റ്റോക്ക് മാർക്കറ്റാ. എന്ത് തേങ്ങയാണെങ്കിലും പൈസ പോയില്ലേ? ഇനി എങ്ങനെ അമേരിക്ക പോവും? അതെങ്ങനെയാ? എല്ലാരും ഈ ഉണ്ണാക്കിനെ കണ്ടല്ലേ പഠിക്കുന്നത്. നിങ്ങൾക്കൊന്നും പറയാനില്ലേ മനുഷ്യ? കുഞ്ഞുമോനെ, നീ ഇത്ര മണ്ടനായി പോലോടാ. ഒന്നില്ലെങ്കിൽ നിനക്ക് ആ പാർട്ടി ഫണ്ടിലെങ്ങനെ ഇട്ടുണ്ടായിരുന്ന പൈസ? നിങ്ങളെ വലിയ ഉപദേശം തരണ്ട. എന്നാൽ നിങ്ങൾ കളഞ്ഞത്രയും ഞാൻ കളഞ്ഞില്ല. ഓഹോ, നീയും കൂടി പറയാൻ പാക്കണ്ടായിരുന്നു. ഞാൻ പോയി വീട്ടിൽ. എവിടെ എന്റെ ഫോൺ? ഇതൊക്കെ ഒരു ഞാൻ മാറ്റി പറഞ്ഞില്ലെങ്കിലേ എന്റെ പേര് ദിനേശൻ എന്നല്ല.
ദിനേശൻ എന്ത് ഷർട്ട്? അങ്ങനെ മാസ് ഡയലോഗ് മേടിച്ച് ദിനേശൻ അങ്ങ് ഇറങ്ങിപ്പോയി. ദിനേശൻ തിരിച്ചു വന്നില്ല. ആരും അന്വേഷിച്ചുമില്ല. ഈ വീട്ടിൽ ഇനി കടം വെക്കാൻ ബാക്കിയൊന്നുമില്ല. ബാക്കി 3 നാൾ അവരെ കൊണ്ടാവാവുന്ന രീതിയിൽ പൈസയ്ക്ക് ശ്രമിച്ചു. ശോഭ കൃഷ്ണനെ ഭരിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞുമോള് കൂടെ പഠിച്ച MD കൂട്ടുകാരെല്ലാം വിളിച്ച് സ്റ്റോക്കിൽ പൈസ ഇടാൻ പറഞ്ഞു. കുഞ്ഞുമോളൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. കുഞ്ഞുമോനെ ഇടല്ലേ, കുഞ്ഞുമോനെ ഇടല്ലേ, ഇടല്ലടാ, ഇടല്ലേ. ഇടല്ലടാ, ഇടല്ലടാ, ഇടല്ലടാ. അയ്യോ. ഡാ, ഡാ, എഴുന്നേക്ക്, സന്ധ്യയായി. എല്ലാം കൊണ്ടുകൂടി ഈ വീട്ടിലെ അവസാന കച്ചിത്തുരുമ്പ് കത്തി നശിച്ചു. 2 ദിവസം കഴിഞ്ഞു. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഡിപ്സിട്ട് പോയ ദിനേശൻ ഖദർ വിട്ട് തിരിച്ചു വന്നു. ശോഭേ, ഒരു ചായ തരുമോ? ഈ വീട്ടിൽ നിനക്ക് ചായ ഇല്ല. പട്ടി വില റിമെയിൻസ് കോൺസ്റ്റന്റ്. അൾട്ടിമേറ്റ് കുച്ച. സമയം പിന്നെയും പൊക്കോണ്ടിരുന്നു. കാണ്, നിങ്ങളെ കാണ്. കുഞ്ഞോളെ, ശോഭേ, എവിടെയും പോണോ? കുഞ്ഞോളെ, ഇതെന്താ ഓണാത്ത്? കാണ്, കാണ്, കണ്ണ് തുറന്ന് കാണ്. ആ കണ്ണ് വെച്ചത് നോക്ക്. നിങ്ങളെല്ലാം മണ്ടന്മാരും കൂടി എന്നെ കളിയാക്കിയില്ലേ, എന്നെ തേജോളം ചെയ്തില്ലേ. കുഞ്ഞുവാൻ ഈസ് നോട്ട് എ ഫുൾ. താ കാണ്, 2 എണ്ണം നോക്ക്. നോക്ക്. अभी दिल्ली से आ रही है बड़ी खबर। 2026 यूनियन बजट प्रेजेंट कर रहे हैं हमारे फाइनेंस मिनिस्टर गोखंडे जी। इंडियन गवर्नमेंट पहली बार रिन्यूएबल एनर्जी फर्म्स में इन्वेस्ट करने जा रही है। आइए देखते हैं डिटेल में। This government is going to invest in renewables. We are going to invest about 300 crores in projects like Monna Wind Mill, Salsa Solar Energy, Tesla Electric. For the first time in history, our government is going to give 300 seats for 5 years, continuously repeating NEET aspirants. Sir, this way. What is the reason behind the sudden shift to sustainable energy? Because green energy is the future. So what about the promises made in the last budget? No comments. No Sir, comments. sir, ഇതിന് പിന്നെ വേറെ വല്ല ഗൂഢാലോചന? No Sir, comments. sir, हटो हटो हटो. sir, मुझे sir. कहना जाना है. मीटिंग है मेरा. बाद में. Right? അച്ഛനല്ലേ ഇത്? അച്ഛനോ? ഏതാ അച്ഛൻ? ആരുടെ അച്ഛൻ? ഇങ്ങേരല്ലേ ഇപ്പൊ കുളിക്കാൻ പോയത്? എനിക്ക് ഉറപ്പാ അച്ഛൻ തന്നെ. എടുക്ക് യൂട്യൂബ് എടുക്ക്. അച്ഛൻ തന്നെ ഉറപ്പാ. അച്ഛൻ? ദിനേശേട്ടൻ. കേട്ടോ കോക്കണ്ടേ ചങ്കിട എന്റെ നടക്കുമാ കഴിയുമാ അനക്ക് സ്റ്റോക്കെല്ലാം പതിക്കിറ ആളാനെ കൃഷ്ണനെ പതിക്കിറ ശോഭയ്ക്ക് തെറ്റെല്ലാം പൊറുക്കിറ ഗോഡാനെ ഉലകമേ പയന്തിട്ടും ദിനേശൻ ആഹാ ദിനേശൻ ഓഹോ ദിനേശൻ बोलिए गोगंटे जी. सब ठीक. सब ठीक, मस्त. ചേട്ടാ ചായ. ഓട്ടച്ച വേറെടുത്തുണ്ടോ? പോ. ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ ഗോപാലൻ അല്ല ഇപ്പോഴത്തെ ഗോഖണ്ഡെ പണ്ട് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി പൈസ തന്റെ സ്വന്തം സ്വത്തും വിറ്റ് സെറ്റാക്കിയ ബാല്യകാല സുഹൃത്ത് ദിനേശിനെ തിരിച്ചും സഹായിച്ചു. പ്യുവർ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ കുടുംബം വീണ്ടും ഒന്നായി. സ്റ്റോക്ക് പ്രൈസ് കയറിയ ശേഷം ദിനേശിന്റെ തലവര തന്നെ മാറി. ഇപ്പൊ പാനിന്റെ സ്റ്റോക്ക് അഡ്വൈസറാണ്. അമ്പും മസ്കും ഒക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ കൂട്ട്. 5 വർഷത്തെ റിപ്പീറ്റ് ചെയ്തുള്ള ഫ്രീ സീറ്റിൽ കുഞ്ഞുമോൾക്ക് അഡ്മിഷൻ കിട്ടി.
ശോഭ ഇപ്പോൾ ഓൾ ഇന്ത്യ അയൽക്കൂട്ടം പ്രസിഡന്റാണ്. ഇനി നമ്മുടെ കഥാനായകൻ കുഞ്ഞുമോൻ, അവൻ അമേരിക്കയിൽ സെറ്റിലായി, ഒരു മദാമേനെ വളച്ച് കെട്ടി, ഇപ്പോൾ 2 കുട്ടി. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് എൻ്റെ അവസ്ഥയെന്ന്. അവസാനം ഇവരെന്നെ തട്ടി, ഏതോ കോളേജ് പിള്ളേർ എന്നെ മേടിച്ചു. ഇനി ഇവരുടെ ഒപ്പം എൻ്റെ കഥ എന്താവുമോ എന്തോ.